പങ്കെടുത്തു എന്നതിന് ഏറ്റവും തെളിവാണിത്. തീർച്ചയായും ഈ സമരപ്പന്തലിൽ എത്തിച്ചേർന്നിരിക്കുന്നത് യുവ സിനിമാ നടനും നമ്മുടെയൊക്കെ കാസർഗോഡിന്റെ പ്രിയങ്കരനായ അജ്മൽ അസ്കർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സമര തുടക്കം മുതൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിൽ പ്രിയങ്കരനായ അജ്മൽ അസ്കർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട അജ്മൽ അസ്കറിനെ അവരുടെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. നമസ്കാരം. നജീബ് സാറ് എൻ്റെ ഒരു അധ്യാപകനും കൂടിയാണ്, എന്നെ പഠിപ്പിച്ച ഒരു മാഷാണ്. പിന്നെ മെഡിക്കൽ കോളേജിന്റെ കാര്യം എന്ന് വെച്ചാൽ ദയാബായി സമരം നടത്തുന്ന ആ സമയം മുതൽ ഞാനടക്കമുള്ള എൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ട്. സിദ്ദീഖ് പാണലം, അതേപോലെ അയ്യൂബ് നായ്മാർമുല, അലീബ് നായ്മാർമുല, ഉനൈസ് നുസ്രത്ത്, അങ്ങനെ തുടങ്ങിയ ഞങ്ങൾ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പിറകില് ആദ്യഘട്ടത്തില്. ആ സമയത്ത് ഞങ്ങൾ മെഡിക്കൽ കോളേജിനും വേണ്ടിയിട്ട് ദയാബായിന്റെ കൂടെ സമരം നടത്തുകയും അതിനുശേഷം ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും യുവജന വികസന കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ കൂട്ടായ്മയിൽ കൂടി ഞങ്ങൾ കാസർഗോഡിന്റെ പല വികസന പിന്നോക്ക കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അതിൻ്റെ അധികാരികൾ അടുത്ത് പോയി കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കാസർഗോഡ് പല റോഡിന്റെ വിഷയങ്ങളും, പിന്നെ അതേപോലെ നമ്മുടെ ടൂറിസം മേഖലയിലുള്ള തളങ്കര നെല്ലിക്കുന്ന് ബീച്ചിന്റെ കാര്യങ്ങൾ, അതേപോലെ പല മേഖലയിലും ഞങ്ങൾ ആ യുവജന കൂട്ടായ്മ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ അധികാരികൾ നടപ്പിലാക്കിയിട്ടുമുണ്ട്. അപ്പോ ഈ മെഡിക്കൽ കോളേജിന്റെ ആദ്യ ഘട്ടത്തിൽ ഞങ്ങള് എന്താ പറയണ്ട, ആദ്യം മുതലേ ഞങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയും മുമ്പോട്ട് ഞങ്ങൾ ഉണ്ടാകും, ഞങ്ങളെ കൂട്ടായ്മ ഉണ്ടാകും, ഞങ്ങൾ യുവാക്കൾ ഉണ്ടാകും. അതിന് ഇവിടെ വെച്ച് ഉറപ്പ് തരികയാണ്. പിന്നെ അതേപോലെ നാളെ 27-ാം തീയതി ഞങ്ങൾ ആ ആദ്യഘട്ടത്തിൽ സമരത്തിലുണ്ടായ യുവാക്കൾ നാളെ 27-ാം തീയതി നാളെ ആ സമരപ്പന്തലിൽ ആ സമരപ്പന്തലിൽ ഞങ്ങളെ യുവാക്കൾ മൊത്തം വരാനാണ് ഉദ്ദേശിക്കുന്നുള്ളത്. അതേപോലെ നജീബ് സാർ വെക്കുന്ന ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുക, ഇതിന്റെ സമരത്തിലും ഞങ്ങളെ യുവാക്കൾ നാളെ മുതൽ ഉണ്ടാ എത്ര ദിവസമുണ്ട്? അനിശ്ചിതകാലം. ഓക്കെ, ഇതിലും ഞാൻ അവരായിട്ട് സംസാരിച്ച് ഈ സമരപ്പന്തലിൽ അണിചേരാൻ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നതാണ്. ഓക്കെ, താങ്ക് യു.